ഉത്തരേ ഉള്ളൂ, ഒരു PR സംവിധാനവും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇല്ല. അതോടുകൂടി 10 ചോദ്യത്തിൻ്റെയും ഉത്തരയി. ഒറ്റ ഉത്തരേ ഉള്ളൂ. അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? രണ്ടാമത്തെ ചോദ്യം, മുഖ്യമന്ത്രി പറയാത്ത വാചകങ്ങൾ എഴുതി കൊടുത്തു എന്ന് ഹിന്ദു പറയുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അതേപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ എന്തുകൊണ്ടാണ് സർക്കാരോ പാർട്ടിയോ മുതിരാത്തത്? വല്ല കാര്യമുണ്ടടാ? ഒരു കാര്യം അതാണ്. അതെന്താന്ന് പരിശോധിക്കാം, എനിക്കറിയില്ല. എന്താന്ന് പരിശോധിക്കാം, എനിക്കറിയില്ല. ഈ മുഖ്യമന്ത്രി പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന, കുറച്ചുകൂടി കടന്നു പറഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു എന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള പരാമർശം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടേതായി ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നു. രാജ്യമൊട്ടാകെ അത് വായിച്ചു. അതിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കേണ്ട കാര്യം പോലുമില്ല എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പ്രാണൻ വെടിഞ്ഞും പാർട്ടി രഹസ്യങ്ങൾ ചോരാതെ നോക്കും. ഞങ്ങൾക്ക് PR ഏജൻസി ഇല്ല എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഉത്തരം. സ്വാഭാവികം. ഒരു സുപ്രധാനമായ കാര്യങ്ങൾ വിട്ടുപോയി. എടുത്തിട്ടില്ല, അത്ര തന്നെ. ശരിക്കും താക്കോൽ എടുത്തിട്ടില്ല. പറയാത്തൊരു കാര്യം മുഖ്യമന്ത്രിയുടെ പേരിൽ പച്ചക്കള്ളമായി പ്രചരിപ്പിച്ച് ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചപ്പോൾ നിങ്ങൾക്ക് സ്വപ്നങ്ങളിൽ സ്വീകരിക്കാൻ കഴിയാത്തൊരു മാതൃക എന്നതുപോലെ അവർ കുറ്റമേറ്റ് പറഞ്ഞു, അവർ ക്ഷമയോദിച്ചു, അവർ മാപ്പിരുന്നു. അതിനു മുമ്പ് അങ്ങ് സൂചിപ്പിച്ച കാര്യമുണ്ട്. ഞാൻ സൂചിപ്പിച്ച കാര്യം അങ്ങ് ഇപ്പോഴാണ് അഡ്മിറ്റ് ചെയ്തത്. ശരി, അതോടെ ചേർത്തങ്ങ് പറഞ്ഞേക്കാം, അങ്ങ് ഇപ്പോഴാണല്ലോ പറഞ്ഞത്. അപ്പോ ഈ ഹിന്ദുവിന്റെ വിശദീകരണത്തിന്റെ ആദ്യ ഭാഗം പച്ചക്കള്ളമാണ് എന്നല്ലേ പറയുന്നത്? അങ്ങനെയെങ്കിൽ അങ്ങനെ പച്ചക്കള്ളം പറയുന്ന ഒരു പത്രം മാന്യമായ നിലപാട് സ്വീകരിച്ചു എന്നുകൂടി പറയുന്നത് എങ്ങനെയാണ്? ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. പച്ചക്കള്ളം പറയുന്നവരെങ്ങനെയാണ് മാന്യമായ സമീപനം പുലർത്തുന്നത്? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. PR ഏജൻസിയാണ് തങ്ങളെ സമീപിച്ചത് എന്നുള്ളതിൽ ഹിന്ദു ദിനപത്രം ഒരു തിരുത്തും വരുത്തിയിട്ടില്ല. എന്ത് തിരുത്തു വരുത്തിയെന്നാണ് താങ്കൾ ഈ പറയുന്നത്? ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടി കുറഞ്ഞ ഡൗട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ആർക്കും സംശയമില്ല. പക്ഷെ ഏതൊരാൾക്കും സംശയങ്ങൾ കടമില്ലാത്തവണ്ണം ബോധ്യപ്പെടില്ലേ? ഇന്ന് സംസ്ഥാന സെക്രട്ടറിയും ഇന്നലെ മുഖ്യമന്ത്രിയും ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു PR ഏജൻസി ഇല്ല, ഒരു PR ഏജൻസിയുമായിട്ടും ഒരണാ പൈസ ഞങ്ങൾ മുടക്കിയിട്ടുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതിച്ഛായ നിർമ്മാണ സംവിധാനത്തിന്റെ ആവശ്യമേ ഇല്ല എന്ന വൃത്തികേട് പറയുന്നു. ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. പ്രത്യേകതരം മാന്യതയുടെ ഒരു മുഖമാണ് കേരളത്തിലെ CPM ഇപ്പോൾ അണിഞ്ഞിരിക്കുന്നത്. കാരണം ഒരു പത്രക്കുറിപ്പിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളമാണ്. പക്ഷെ ആ പത്രക്കുറിപ്പിന്റെ രണ്ടാമത്തെ സെന്റൻസ് തൊട്ട് സത്യവും മാന്യവുമാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മാന്യതയുടെ മുഖമാണ് CPM-ന്റേത്. CPM-കാർ U-ടേൺ അടിച്ച് ഉൾട്ടി അടിച്ചത് എത്രമാത്രമാണെന്ന് നമുക്കറിയാമല്ലോ. ഇനി നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. ഒന്ന് PR ഏജൻസി ഉണ്ട്, രണ്ട് PR ഏജൻസിയുടെ 2 പ്രതിനിധികൾ ഈ ഇന്റർവ്യൂവിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. 3 എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഹിന്ദു പറയുന്നത് ആ എഴുതി തയ്യാറാക്കിയ കുറിപ്പ് മുഖ്യമന്ത്രി പറഞ്ഞതല്ലായിരുന്നു, അതുകൊണ്ട് അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഇവരൊക്കെ എന്റെ ആൾക്കാരാണ്. കേരള ഹൗസിൽ മുഖ്യമന്ത്രി താമസിക്കുന്ന ആ പ്രത്യേക സമുച്ചയത്തിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചീഫ് മിനിസ്റ്റർ സെക്യൂരിറ്റി ഇല്ലാതെ കയറി ചെല്ലാൻ പറ്റുമോ? നമ്മളറിയാതെ ഇന്നലെ രാത്രി വല്ല പാകിസ്ഥാൻ പാട്ടാളെ വന്ന് കൊണ്ടുപോയോ? ശ്രീ TK ദേവകുമാറിന്റെ മകൻ അഴുക്കച്ചെറുക്കൻ, തന്തേക്കാൾ മോശം. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പൈസ കൊടുക്കാതെ പിണറായി വിജയന്റെ പൈസക്കല്ലാതെ അവർക്ക് തന്നെ വല്ല വട്ടുകൊണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുത്ത് ഹിന്ദുവിന് കൊടുക്കാൻ? ഇനി അത് മാത്രം. ശ്രീ TK ദേവകുമാർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് വിവാദമായപ്പോൾ ഡിലീറ്റ് ചെയ്തു. എന്തായിരുന്നു ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നതെന്നറിയോ? ഇതേ എക്കണോമിക് ടൈംസിന്റെ, ഇതേ ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ ഇതൊന്നും വിശ്വസിക്കാൻ പാകത്തിന് മണ്ടന്മാരല്ല കേരളത്തിൽ ഈ കഥ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനം എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു.
ലവ് ജിഹാദ് ഉണ്ടെന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞപ്പോൾ അന്ന് അതും ചർച്ചയാക്കിയിട്ടുണ്ട്. ലവ് ജിഹാദ് ഉണ്ടെന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞപ്പോൾ അന്ന് അതും ചർച്ചയാക്കിയിട്ടുണ്ട്. കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് ഒരു ലേഖിക അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ മൈക്കൊന്ന് ദേഹത്ത് മുട്ടി എന്ന് പറഞ്ഞ് കേസെടുത്ത സർക്കാരാണ് നിങ്ങളുടെ സർക്കാർ. അത്ര കർശന സുരക്ഷയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത്. ആ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുറിയിൽ അദ്ദേഹത്തിന് അറിയില്ല, മാധ്യമപ്രവർത്തകർക്കും ഇത് മറ്റൊരു സ്ഥാപനത്തിന്റെ പ്രതിനിധിയാണെന്ന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഒരാൾ കയറിയിരുന്നെങ്കിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നെങ്കിലും അന്വേഷിക്കണ്ടേ? വേണ്ട. സാമാന്യ ജനത്തിന് സാമാന്യ ബോധമില്ല എന്ന ഓർത്താണോ നിങ്ങൾ ഇരിക്കുന്നത്? സമ്പൂർണ്ണ ചാറ്റരുത ബന്ദർക്ക ബട്ട്. കേരളത്തിന്റെ മന്ത്രിസഭയിലെ 3 മന്ത്രിമാർ, ആ 3 മന്ത്രിമാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മാനനഷ്ട കേസിന് പോലും പോകാത്ത LDF-ന്റെ നേതാക്കന്മാരുള്ള ഈ നാട്ടിൽ ആ സ്ത്രീ അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഹിന്ദു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ ഏത് PR ഏജൻസിയുടെ ആളെന്ന്, ഏത് PR ഏജൻസി എന്ന്? ഹിന്ദുവിന്റെ വാർത്താക്കുറിപ്പിൽ അങ്ങനെ ഒരു പേര് വീണ്ടും ദുരൂഹതയാണ്. ആരോ ഒരു അജ്ഞാതൻ മുഖ്യമന്ത്രിയുടെ മുറിയിൽ പറയുന്നതല്ലേ ഈ ഹിന്ദു പത്രം ഒരു PR ഏജൻസിയെ കുറിച്ചും പറയുന്നില്ല. ഹിന്ദു പത്രം ഒരു PR ഏജൻസിയെ കുറിച്ചും പറയുന്നില്ല. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഹിന്ദു പത്രം PR ഏജൻസിയെ കുറിച്ച് പറയുന്നില്ല എന്നൊക്കെ ഇനിയും പറയാതെ ജയിക്ക്. ഹിന്ദു പത്രം എഴുതി വെച്ചിരിക്കുകയല്ലേ കേസൻ എന്ന് പറയുന്ന ഏജൻസിയാണ് കൊണ്ടുവന്നതെന്നും ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. ഇപ്പൊ മാറ്റി തരാം. പ്രതിനിധിയാണ് കൂടെ ഉണ്ടായിരുന്നതെന്നും. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. അതേ കേസൻ പറയല്ലേ ഞങ്ങളാണ് ഖലീജ് ടൈംസിന് ഇന്റർവ്യൂ സംഘടിപ്പിച്ചു കൊടുത്തതെന്നും. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് എന്ത് തരം മറുപടികളാണ് ഇതൊക്കെ? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഏതാണ് ഹിന്ദുവിന്റെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞ താങ്കൾ ഈ ആദ്യ ഭാഗം വായിച്ചിട്ടേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. താങ്കൾ ഇത് ആദ്യ ഭാഗം വായിച്ചിട്ടേ ഇല്ല ഇതിന്റെ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക? ഇല്ല, ഞാൻ ഒരു സെക്കൻഡ് ഞാൻ വായിക്കാം. ഞാൻ അങ്ങോട്ട് PR agency Kaysan approached the Hindu offering an interview with Chief Minister Pinarayi Vijayan എന്ന് എഴുതി വെച്ചാൽ KAIZZEN Kaysan. എഴുത്തുമാനെ അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. എന്നെ അനുഗ്രഹിക്കണം.